അപ്പോൾ ഈ ആ ഭരതേട്ടൻ നമ്മളെ ഉണർത്തുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ അല്ലെ സബ്ജക്റ്റ് അല്ലെ സിനിമയാക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ ഉറക്കത്തിൽ ഉണർത്തുന്ന പോലെ അങ്ങനെ ചെയ്യാറുണ്ടോ? ഈ എക്സൈറ്റ്മെന്റ് ഉണ്ടാവാറുണ്ട് ഒരു കഥ ഷെയർ ചെയ്യുമ്പോൾ. അത് എൻ്റെ അടുത്ത് എന്തിന് ആ എക്സൈറ്റ്മെന്റ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന കഥ എന്താ. ബട്ട് ഹി വാസ് വെരി എക്സൈറ്റഡ് ടു ഷെയർ ഇറ്റ്. ഇവര് എല്ലാ ദിവസവും ഒരു സ്റ്റോറി പറയണം. അത് ഒരു പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, പുള്ളി ഈ പറച്ചിലും കൂടെയാണ് പുള്ളി. ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്താണ് എൻ്റെ ഒരു ഇതിൽ. ഇപ്പം അമ്മ പറയുമായിരുന്നു, എല്ലാ കാക്കയ്ക്കും പൂച്ചയ്ക്കും പറയും അച്ഛൻ കഥ, അത് പറഞ്ഞിട്ട് കളിയാക്കുന്ന പോലെ പറയുമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഡയറക്ഷനും സാധനങ്ങളും വരുമ്പോഴത്തേക്കും ഒരു സ്റ്റോറി ഒരാളുടെ അടുത്ത് പറയുന്നത് എനിക്കതൊരു ഹോംവർക്ക് പോലെയായിരുന്നു. ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ ഞാൻ അതിലിങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ എനിക്ക് അഡീഷൻസ് കിട്ടും. അല്ലെങ്കിൽ എനിക്കതൊരു 4 പ്രാവശ്യം 5 പ്രാവശ്യം പറയുമ്പോഴും ആദ്യമേ ഞാൻ ഇതിന് അട്രാക്റ്റഡ് ആയിട്ടുള്ള അതേ ഇൻറ്റൻസിറ്റിയിലാണോ 5ാമത്തെ പ്രാവശ്യം പറയുമ്പോഴും നമ്മൾ തന്നെ സംശയമുള്ള ചില ഏരിയ ഒഴുക്കതിലൂടെ അവിടെ കുഴപ്പമാണ് ആ ഏരിയ. അതെ. അപ്പോൾ മേ ബി അങ്ങനെ ആയിരിക്കാം അച്ഛൻ എല്ലാ കാക്കയ്ക്കും പൂച്ചയ്ക്കും പറഞ്ഞുകൊണ്ടിരുന്നത് കഥ. ബിക്കോസ് ഒരു സ്വയം ഒരു വിലയിരുത്തലിന് രാവിലെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തോട്ട് കഥ പറയുക, അല്ലെങ്കിൽ കണ്ട സിനിമയെക്കുറിച്ച് പറയുക, ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ഒരു സിനിമയല്ലാതെ വേറെ ടോപ്പിക് ഇല്ലല്ലോ. പാച്ചിക്ക പറയാറുണ്ട്, പാച്ചിക്ക ഇതുപോലെ കഥ എല്ലാവരോടും പറയും. ആരെ അപരിചിതരെ കണ്ടാലും പറയും, അല്ലെങ്കിൽ എപ്പോഴുള്ള ഒരാളെ കണ്ടാലും കഥ ശരിക്കും നറേറ്റ് ചെയ്യും. ഇത് തന്നെയായിരിക്കും ഒരു സെൽഫ് റിഫ്ലക്ഷൻ ആയിരിക്കും ആക്ച്വലി. അവർ ചില ചോദ്യങ്ങൾ ചോദിക്കും, അത് ലോജിക്കൽ പോയിന്റ്സ് ആയിരിക്കും, അത് ഓഡിയൻസ് ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. അത് ഭയങ്കര ഒരു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എഴുതുന്നതിന് മുൻപ് ഒരുപാട് പേര് കഥ പറഞ്ഞ് അതിന് പല ഡയമെൻഷൻ ഉണ്ടായെന്ന് പറയും. പലരുടെ അഭിപ്രായം വെച്ചിട്ട് അതിന് പല ശരിയാണ്. അത് ഭയങ്കര, എന്നിട്ട് ഓരോ എലമെന്റ്സ് കിട്ടുക അതിൽ നിന്ന് ടോപ്പിക് അങ്ങനെയുള്ള. അപ്പം അതൊരു ഗ്രോത്ത്, ആ ഗ്രോത്ത് തന്നെയായിരുന്നു ഭരതേട്ടൻ്റെ. അപ്പം ഫസ്റ്റ് ഞാൻ കണ്ടത് ഭരതേട്ടൻ ഒരു കഥ പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മയ്ക്കായി. അപ്പം അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ബീച്ചിൽ ഒരു വലിയ സ്കൾപ്ചർ കാണും അല്ലേ, അതിൻ്റെ മുമ്പേ വെച്ചായിരിക്കും അല്ലേ അവനെ കൊല്ലുന്നത് എന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് അതിൻ്റെ എവിടെയാണ് കഥ നടക്കുന്നത് ആദ്യം ഭരതൻ പ്ലേസ് ചെയ്യും. താഴ്വാരത്തിലുണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചല്ലോ അന്ന് ചോദിച്ചു, ഒരു മഞ്ഞ നിറമായിരിക്കില്ലേ അവിടെ, ഒരു വൈൽഡ് വെസ്റ്റ് സിനിമ പോലെ. ഈ വൈകുന്നേരം ഇവര് വന്ന് വിളക്ക് വെച്ചു എന്ന് പറയുന്ന ആ സീനില് എല്ലാത്തിലും ആ ഒരു ഭരതേട്ടൻ്റെ ഒരു ആദ്യം പ്ലേസ് ചെയ്യുന്ന ഒരു ലൊക്കേഷനിലേക്കാണ്. അപ്പം അറിയാതെ കഥ വളരുകയാണ്. ഇപ്പൊ വെങ്കലത്തെ പറ്റി പറയുമ്പോഴും ഇതുണ്ടല്ലോ, അവരുണ്ടാക്കുന്ന ആ ഒരു ആലയില ഉണ്ടാക്കുന്ന സമയത്തുള്ള ആ പ്രോസസ് ടൈമിലുള്ള ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്. ഓടി നടന്ന് അത് ആ സമയത്ത് ഭ്രാന്താ ശരിക്കും ആ ചൂളല്. അതിനെക്കുറിച്ച് ഭരതൻ പറയാറുണ്ടായിരുന്നു. അതെ, അതിന്റെ നല്ല വശവും പടം തുടങ്ങുമ്പോൾ കാണിക്കുന്നുണ്ട്. അവസാനം ബ്രദേഴ്സ് തമ്മിൽ ഉടക്കുണ്ടായതിനു ശേഷം ഇവരത് എടുക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ലാതെ ഇതെല്ലാം കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് ദാറ്റ് ഹോൾ തിങ് ബിക്കംസ് സ്റ്റോറി ലൈനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ആ ഹോൾ തിങ്. അതിൻ്റെ ഒരു പ്രോസസ്സ് ആ സ്റ്റോറീനെ കുറച്ചുകൂടെ എലവേറ്റ് ചെയ്തു, അടുത്ത ലെവലിലേക്ക് അത് കൊണ്ടുപോയി എന്നുള്ളതാണ്. അത്തരം സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ ഫിലിംസിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുന്നത് അത്തരം റിയൽ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് അത് കഥയിലേക്ക് എങ്ങനെ. അതെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചത് ഭരതേട്ടൻ ഒരു കഥയിൽ ഏത് പോർഷനാണ് കൂടുതൽ അദ്ദേഹം ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ആ ഏരിയയാണ് ഭയങ്കര ഒരു വളർച്ചയായിരിക്കായി. ഭയങ്കര രസമാണ് ആ സംഭവം. പാളങ്ങൾ എന്നുള്ള സിനിമ നമ്മൾ ഒരുപക്ഷെ പുതിയ തലമുറയിൽ കണ്ടോ എനിക്കറിയില്ല അത്രയ്ക്ക്, പക്ഷേ എന്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര രസമുള്ള ഒരു ബാക്ക്ഡ്രോപ്പ്. അതെ, ബാക്ക്ഡ്രോപ്പ്. അത് പുള്ളി അതിൽ ലവ് സ്റ്റോറി നോർമലി വർക്ക് ചെയ്ത് വെച്ചെങ്കിലും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്ന മറ്റേ വില്ലൻ ആംഗിളിലാണ്. ഭരത് ഗോപിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ലോക്കോമോട്ടീവ് അന്നത്തെ കാലത്ത് സ്റ്റീം എഞ്ചിൻ ഓടിക്കുക. എനിക്ക് ഈ വീട്ടിൽ തൊട്ടടുത്ത് ട്രെയിൻ പോകുന്നുണ്ട് എനിക്കറിയാം. അവിടുത്തെ അവരും തല കെട്ടുന്നത് കരി പിടിച്ച് അവരുടെ ആ ഹോൺ, ഒരു പെൺകുട്ടിയെ പോകുമ്പോൾ ആ ഹോൺ അടിച്ച് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എക്സ്പ്രഷൻസ് ഒക്കെ, പിന്നെ ഒരു റസ്റ്റിക് ടോണാണത്. യെസ്, ആ സീനിൽ തന്നെ ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഡയലോഗ് ഇല്ലാതെ സീൻസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇയാൾ പലപ്പോഴും ഈ നെടുമുടി വേണുവിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ദേഷ്യം വന്നിട്ട്. അപ്പം ചെറിയ മറ്റേ ഇങ്ങനെ നടന്നു വരുമ്പോൾ റെയിൽവേ ട്രാക്കിൽ വീല് മാത്രം ഉരുട്ടി വിടുന്ന ഒരു സാധനമുണ്ട്.
ഇവർ രണ്ടുപേരും ഒരു ജേണിക്ക് പോകുമ്പോൾ അവരുടെ ഇൻസ്പെക്ഷന് പോകുന്ന ചെറിയ വണ്ടിയുണ്ട്, അതിലാണ് ഇവർ പോകുന്നത്. അവരുടെ അവരുടെ പ്രണയസല്ലാവ പോണത്. ഭരത് ഗോപിയും പുള്ളിയും കൂടെ ഒരു ജേണിക്ക് പോകുന്നുണ്ട് എവിടെയോ രാത്രി. അപ്പോൾ നല്ല ദേഷ്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പുള്ളി ഭരത് ഗോപിയുടെ ക്യാരക്ടറാണ് മറ്റേ കോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കക്ഷി പുറത്തേക്ക് നോക്കിയിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഇയാളെ തലക്കടിക്കാൻ നോക്കും. when he turns he aborts. വലിയ സീനാണത്. ഒരു ഡയലോഗും ഇല്ലാതെ ഒരു ടെൻഷൻ ഈ സൗണ്ട് വെച്ചൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അതൊക്കെയാണ് ഞാൻ പറഞ്ഞ വെരി ജോണറിലാണ് ഭരതനാട്യം സിനിമകൾ. അതിൻ്റെ ഒരു ഇപ്പം ചാട്ട നമ്മളെന്ന് ആ കാലത്ത് സ്ഥിരം കാണുന്ന കാഴ്ചയാണ് ഈ കാളകളെ ഇങ്ങനെ രാത്രി തെളിച്ചുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ കയ്യിൽ ഇതൊക്കെ ആയിട്ട് പന്തമൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ്. അതിൻ്റെ ഇടയ്ക്ക് ആ റെസ്ട്രിക്ട് വയലൻസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഒരു ശരിക്കും അതുപോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കാളേനെ പോലുള്ള ഒരാളാണ് അച്ചൻകുഞ്ഞിനെ കാസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാലഗംഗാധരനൊക്കെ വൻ പെർഫോമൻസ് അല്ലേ. ലൈക്ക് അതിലും ഈ മനുഷ്യന്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ലസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്, ഗ്രീഡ് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ അങ്ങനത്തെ ഒരു കഥയൊക്കെയാണ്. റിയൽ ഹ്യൂമൻസ് ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തകര റിലീസ് ചെയ്യുമ്പോൾ, തകര പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും മേ ബി റിലീസ് ചെയ്യുമ്പോഴും മലയാള സിനിമ എത്ര അധികം അത്ഭുതപ്പെട്ട ഒരു കാലമില്ല അറിയാം. അന്ന് കമലഹാസന്റെ വയനാടൻ തമ്പാൻ ഓപ്പോസിഷൻ എല്ലാവരും അത് വലിയ ഹിറ്റാണെന്ന് വിചാരിക്കുന്നു. ബിഗ് ബഡ്ജറ്റാണ്. പുള്ളിയുടെ തന്നെ ഗുരുനാഥന്റെ വിൻസെന്റ് സാറിന്റെ അവിടെ ആരും അറിയാതൊരു കൊച്ചു പടം. ഒറ്റ പോസ്റ്ററുണ്ട് സുരേഖയുടെ ആ കടപ്പുറത്ത് ഇങ്ങനെ മദാലസയായി ഇങ്ങനെ കിടക്കുന്ന ഒരു ഇതുണ്ട്. വേറെ ഒന്നും അറിയില്ല. പ്രതാപോത്തിനെ അറിയില്ല, സുരേഖ അറിയില്ല, മാധവമൂപ്പനെ അറിയില്ല, നെടുമുടി വേണുവിനെ അറിയില്ല. അവിടുന്ന് ഒരു ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒറ്റ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പം ഉണ്ടാകുകയാണ്. നെടുമുടി വേണു, ചെല്ലപ്പനാശ്ശേരി ഉണ്ടായി, തകര ഉണ്ടായി, പ്രതാപോത്തം ഉണ്ടായി, സുരേഖ ഉണ്ടായി. ഞങ്ങളെയൊക്കെ ചെറുപ്പക്കാരാണ്. ഒരു വിപ്ലവമാണ്. എന്തൊരു ഹിറ്റാ പടം. അതിൽ ആ റെസ്റ്റിക് ഫീലിൻ്റെ അല്ലെങ്കിൽ റൊമാൻസിൻ്റെയോ അല്ലെങ്കിൽ വയലൻസിൻ്റെ എല്ലാ സ്റ്റേജസ് ഭരതൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിള്ളാച്ചൻ കണ്ടിരുന്നു. പുള്ളിയുടെ ക്യാരക്ടർ ഒരു എന്താണ് ഒരു പോർട്രയലാണ്. ഒരു കൂട്ടം ആൾക്കാരുടെ അന്നത്തെ ഉണ്ടായിരുന്ന ഇങ്ങനത്തെ കുറെ അത്യാവശ്യം ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ ചെല്ലപ്പനാശ്ശേരിയുടെ ഹ്യൂമർ അന്ന് കോളേജുകളിലൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കും. അത്ര സട്ടിലിറ്റി ആക്ടിങ്ങിൻ്റെ. ആദ്യമായിട്ട് ഈ സട്ടിൽ നമ്മളിപ്പോൾ പറയുന്ന ഡയലോഗ്സിൻ്റെ തന്നെ ആ സട്ടിലിറ്റിയൊക്കെ ആദ്യം തുടങ്ങുന്ന ആ സിനിമയിലാണ്. ഭയങ്കര സംഭവമാണ് അതൊക്കെ. ഇപ്പം എന്തൊരു എക്സ്പോഷർ. പിന്നെ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ഇരുന്ന പടമാണ് ചാമരം. CMS കോളേജ് ഷൂട്ട് ചെയ്യുന്ന. CMS കോളേജ് ഞാൻ പഠിച്ച കോളേജാണ്. പക്ഷെ അത്രയും ഭംഗിയായിട്ട് ആ ക്യാമ്പസിനെ വേറെ ആരും ചിത്രീകരിച്ചിട്ടില്ല. സരിന വാഗപ്പ് ഒരു നോർത്ത് ഇന്ത്യൻ ആക്ട്രസ്സാണ്. ഭയങ്കര ടാബു സബ്ജക്റ്റ് അല്ലേ ഡിസ്കസ് ചെയ്തേക്കുന്നത് ടീച്ചറും സ്റ്റുഡൻറ്റും അല്ലേ? ഇപ്പോഴൊക്കെയാണോ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ. ഇങ്ങനെയാണോ വേണ്ടത് അതൊക്കെ അന്ന് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് രസമാണ്. ഡേഫോഡിൽസിൻ്റെ ഇടവഴി അവർ ഒരു പച്ച സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു പെണ്ണ് ഒരുങ്ങുന്നത് ഭരതേട്ടൻ കാണിക്കുന്നത് പോലെ അല്ലേ. എന്തൊരു ഭംഗിയിലാണ് അതൊക്കെ ചെയ്തത്. അതിൻ്റെ ക്ലൈമാക്സും ഭയങ്കര ട്രാജിക് ക്ലൈമാക്സ് അല്ലേ. ആ ക്ലൈമാക്സിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ ചോര പൊട്ടി ചീറ്റുന്നുണ്ട്. അതാരും സിനിമയിൽ അങ്ങനെ കാണിച്ചിട്ടില്ല. ഇവരൊരു പൈപ്പ് വെച്ചിട്ട് ചെയ്തൊരു കാര്യമാണ് അത്. അതിൽ അങ്ങനെ ചീറ്റുന്നതായിട്ട് അതുവരെ വന്നിട്ടില്ല, ഒരു മലയാള സിനിമയിൽ വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഭരതേട്ടൻ്റെ ഓഫ്കോഴ്സ് പാട്ടുകൾ, നാഥ നീ വരുന്നുള്ള പാട്ട് എല്ലാത്തിലും, പാളങ്ങളിലാണെങ്കിലും എല്ലാ സിനിമയിലും ആ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള പാട്ടിൻ്റെ ഫ്ലേവർ ഇങ്ങനെ നിറങ്ങളായിട്ടും പാട്ടായിട്ടും വിഷ്വൽ ബ്യൂട്ടി ആയിട്ടും വയലൻസ് ആയിട്ടും പെർഫോമൻസ് ആയിട്ടും ഭരതേട്ടൻ നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെയാണ് ഒരു മകൻ ഏറ്റവും വലിയ വെല്ലുവിളി. എങ്ങനെ ബ്രേക്ക് ചെയ്യും, ഏത് ഏരിയയിൽ തുടങ്ങും. ഈ അച്ഛനെ ബ്രേക്ക് ചെയ്യണമല്ലോ. അങ്ങനത്തെ സംഭവമുണ്ട്, ചലഞ്ച് അല്ലേ. അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ അങ്ങനെ തന്നെ സിദ്ധാർത്ഥം എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ബിക്കോസ് അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെവിടെ എത്തും തോന്നില്ല. അങ്ങനൊന്നുമില്ല, അതുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചീത്തപ്പേരുണ്ടാക്കരുത് മാത്രമേ മെയിനായിട്ട്. അതൊരു നമ്മൾ വെറുതെ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ എന്താണ് അച്ഛൻ എന്തെങ്കിലും എൻ്റെ അച്ഛൻ്റെ ഇമേജിനെ ബാധിക്കുമോ ഞാൻ, നമ്മൾ അതിനെ പൊളിച്ച് വേറെ ഒരു ലെവലിലേക്ക് പോകുമ്പോഴാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പം ആക്ടിങ്ങിലേക്ക് വന്നിരിക്കുമ്പോൾ. നമുക്കിപ്പം തമാശയ്ക്ക് തുടങ്ങിയ ആക്ടിങ് ഒരു ക്യാരക്ടർ വന്നപ്പോഴാണ്
നമ്മൾ പോലും അറിയാത്ത ഒരു ഫയർ അകത്തുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ നോക്കുമ്പം ഒരുപക്ഷെ സിദ്ധാർത്ഥ ആക്ടിങ്ങിന് വേണ്ടി തന്നെയാണോ സിദ്ധാർത്ഥൻ്റെ ജന്മം എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് നമ്മളെ അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ചേച്ചി നമ്മുടെ ഓർമ്മയിൽ KPS ലളിത മലയാള സിനിമയുടെ എന്താണ് എക്സ്പ്രഷൻ ഓഫ് അല്ലേ, വൈബ്രൻറ്റ് ക്യാരക്ടറാണ്. ഏതൊക്കെ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചേച്ചി ചെയ്താൽ അത് ഇപ്പം നമ്മുടെ ശാന്തം ഉൾപ്പെടെയുള്ള സിനിമ, അതിന് മുൻപ് ചേച്ചി ചെയ്ത എല്ലാ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും അവരുടെ ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ടായിരുന്നു. ഏതൊരു ഇപ്പൊ ലൗഡ് ആണെങ്കിൽ ലൗഡ് നാച്ചുറൽ, ഇനി സൈലന്റ് ആണെങ്കിൽ സൈലന്റ് നാച്ചുറൽ. ആൻഡ് ദ വേ ഷീ പിക്സ് അപ്പ് റെഫറൻസ്. ആ സന്മനസ്സുള്ള സമാധാനത്തിനകത്തൊക്കെ എന്ത് പാവ അമ്മ, ഇതുപോലൊരു പാവ അമ്മ കണ്ടിട്ട് അല്ലേ, അത് അഭിനയമാണെന്ന് പറയാമല്ലോ. അതിന്റെ കഥയൊക്കെ ചേച്ചി ലൊക്കേഷൻ ഭരതനാണ്. ഞങ്ങൾ അവിടെയുള്ള സമയത്താണ് വന്ന് പറയും ഓരോ സീനൊക്കെ, പോലീസ് സുഖില്ല എന്ന് പറഞ്ഞൊക്കെ ചേച്ചി ചിരിയോട് ഓരോ സീക്വൻസും. ശ്രീനിവാസനൊക്കെ അന്നത്തെ അത്ഭുതമാണല്ലോ ആ സിനിമയൊക്കെ. അപ്പം സത്യേട്ടനാണെങ്കിലും ലളിത ചേച്ചിയില്ലാതെ ഒരു സിനിമ ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ ഓരോരുത്തരും അടൂർ സാറാണെങ്കിലും ശരി. ഇപ്പം ഞാനും എൻ്റെ സിനിമ ആദ്യത്തെ സിനിമ അതെ അച്ഛൻ പോലും എല്ലാ സിനിമയിലും ഭരതേട്ടൻ പോലും ലളിത ചേച്ചിയുടെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അമരമൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന് വേറൊരു കാസ്റ്റിംഗ് ഇല്ലല്ലോ. എന്താണ് അപ്പൊ ഇത് ഇങ്ങനെ ഒരു വൈബ്രന്റ് ആക്ട്രസിന്റെ മകൻ അതുപോലെ ഒരു വൈബ്രന്റ് ആക്ടറായി മാറിയില്ലെങ്കിൽ അത്ഭുതം. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ആവുന്നു. സോൾ ഹാപ്പൻഡ്. എന്നാൽ അതുപോലെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ മകൻ വിചാരിച്ചു അതുപോലെ ആകണമെന്ന് അല്ലേ. ആ സമയത്ത് നമ്മളുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ബിംബം, അതിന് കേട് വരാതെ എനിക്ക് സിനിമ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ മാത്രമാണ് സിദ്ധാർത്ഥ് അല്ലെ കോൺഷ്യസ് ആയത്. പക്ഷെ അതും ഇല്ലെങ്കിലുണ്ടല്ലോ വി ക്യാൻ ഡു വണ്ടേഴ്സ് എന്ന് എൻ്റെ അഭിപ്രായം. അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, ജസ്റ്റ് അല്ലേ, അതൊരു പറ്റും. കാരണം നമ്മൾ അറിയാതെ നമ്മളിൽ വന്ന് കയറിയിട്ടുള്ള ഇപ്പം ആക്ടിങ് പോലും നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇത്രയും വലിയ കഴിവുണ്ടായിരുന്നു. മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടേഴ്സിൽ ഒരാളായി കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിലേക്ക് മൈൽസ് ടു ഗോ അല്ലേ. അതാണ് ഞാനും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഉണ്ടാകുന്ന കുറേ ഡിസിഷൻസ് ഓൾറെഡി ഫിക്സ്ഡ് ആണത്. നമ്മളെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക മാത്രമേ വേണ്ടൂ. ഫോം ചെയ്യും. എനിക്ക് എൻ്റെ ഡയറക്ഷനിലും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. കീപ്പ് ഓൺ ട്രൈയിങ്. മാറിയിട്ടുണ്ട് നമ്മൾ സിനിമ. ഞാൻ ജയരാജേട്ടൻ്റെ കൂടെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ എൻവിഷൻ ചെയ്തിരുന്ന സിനിമയെന്ന് എത്രയോ മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ലൈക്ക് ഒരുപാട് ഇത് തന്നെ ഇങ്ങനെ എവോൾവ് ആയിക്കോട്ടെ, അതിൽ തന്നെ ഇൻട്രസ്റ്റ് ഹോൾഡ് ആവുകയാണ് നമുക്ക്. ഇതിങ്ങനെ എവോൾവ് ആയിക്കൊണ്ടേ ഇരിക്കുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സിനിമ എന്നാണ്. സോ ബട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞത് അതിലാണ്. ആക്ടിങ്ങിൽ ആൾക്കാരെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒന്ന് സമാധാനമാവുന്നത്. എന്നുവെച്ചാൽ അതുവരെ ഫുൾ മറ്റേ ഏതാണ് ആലോചനയാണ്, ഇതിങ്ങനെയായിരുന്നു മൾട്ടിപ്പിൾ സാധനം നമ്മൾ ഈ ഡയറക്ഷൻ ആംഗിൾ ഉള്ളതുകൊണ്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഒരു ക്യാരക്ടറിനെ പ്രിസീവ് ചെയ്യുന്നതിനെക്കാട്ടിലും ക്ലിയർ കട്ടായിട്ട് ആ ഡയറക്ടർ പ്രിസീവ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ മേ ബി പുള്ളി പറയുന്നതിൻ്റെ ഇതിലായിരിക്കും ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഓഡിയൻസ് കണ്ട് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഓക്കെ പുള്ളി പറഞ്ഞ മീറ്ററിൽ കറക്റ്റാണ്, ശരിയാണ്. മറ്റേതിൽ നമ്മൾ ചെയ്ത് ഒരു ഷോട്ട് ഒരു സീൻ കാണുമ്പോൾ തന്നെ ഒരു എന്തെന്നറിയാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ചില ഡയലോഗൊന്നും ഇല്ലാതെ നമ്മൾ മറ്റേ വിഷ്വലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഭയങ്കര ഒരു എമോഷണലി സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സാധനം. ഇപ്പോൾ നിദ്രയിലെ ക്ലൈമാക്സ് വെള്ളത്തിൽ മുങ്ങുന്ന അണ്ടർ വാട്ടർ സീക്വൻസ് ചെയ്യുമ്പോൾ അത് ചെയ്യാനുള്ള ടെക്നിക്കൽ മൈൻഡും സാധനമൊക്കെ ആയിരുന്നു. എക്സിക്യൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ സൗണ്ട് മിക്സിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര ഓക്കെ വി ഡിഡ് ഇറ്റ് ഫൈനലി നമ്മളത് ചെയ്തു. എന്തായാലും ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ആണെങ്കിലും ഒരു പീസ് അവിടെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു അച്ഛൻ പറഞ്ഞിട്ടില്ല എപ്പോഴും അത് റെക്കോർഡാണ്, അതവിടെ കിടക്കും, ചരിത്രമാണ്. നമ്മുടെ ബ്ലണ്ടർ ആണേലും നമ്മൾ എന്താണേലും അവിടെ റെക്കോർഡായി അതെ അവിടെ കിടക്കും അത് എന്ന് പറഞ്ഞ പോലെ. ഇത് കാണുമ്പോൾ ഈവൻ ബിഫോർ ദി ഓഡിയൻസ് ഞാൻ അവരെ ഇത് പറയുന്നല്ല, പക്ഷെ
സംവേർ ഇത് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ സാധനം. ഭരതേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ഏത് സിനിമയായിരിക്കും ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യുക? എൻ്റെ മിക്കവാറും നിദ്രയായിരിക്കും. നിദ്രനായിരിക്കും. ചതുരംഗം അപ്രിഷ്യേറ്റ് ചെയ്തു. ചതുരവും ചിലപ്പോൾ പുള്ളി പറയാൻ സാധ്യതയുണ്ട്, നീ എന്നെ പോലെ ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ. പക്ഷെ അങ്ങനല്ല കേട്ടോ, ഡിഫറെന്റ്. അതായത് സിദ്ധാർത്ഥ ചെയ്ത വേറൊരു പാറ്റേൺ എന്നല്ല, ഉൾക്കൊള്ളുന്നുണ്ട് ആ കഥ അല്ലെങ്കിൽ ആ സിനിമ ഉൾക്കൊള്ളുന്ന രീതിയിൽ, അർഹിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വേണ്ട രീതിയിലോ അതിനെ പ്രോപ്പർലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജയരാജേട്ടൻ പറഞ്ഞ വാക്കുകൾ തന്നെയായിരിക്കാം ചിലപ്പോൾ അച്ഛനും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ നിദ്രയിൽ കോൺഫിഡൻ്റ് ആയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഫുൾ സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞ് നിർത്തിയെടുത്ത് ഞാൻ ഒരു 1-2 സെന്റൻസും കൂടെ ആഡ് ചെയ്തു. അതുകൊണ്ട് മേ ബി ഹി മൈറ്റ് ലൈക്ക് ഇറ്റ് എന്നുള്ളതാണ്. ഭരതേട്ടൻ ഒരു കാര്യം പറഞ്ഞേ, ഇതൊന്നും അല്ലടാ ചെയ്യേണ്ടത്. അതുകൊണ്ട് നീ ഞാൻ ചെയ്ത സിനിമ എന്തിനാണ് നിനക്കൊരു സിനിമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും അത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ 2 സിനിമ കഴിഞ്ഞ് ഞാൻ 1-2 ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആകാശക്കോട്ട സുൽത്താൻ കഴിഞ്ഞ ശേഷം എന്തിനാണ് ഇങ്ങനത്തെ പടങ്ങൾ വെച്ചത്? ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ജീവിക്കാൻ, എന്നാൽ പിന്നെ വല്ല മത്തിക്കച്ചവടമൊക്കെ ചെയ്താൽ അതെനിക്ക് ഭയങ്കര ഐ ഓപ്പണായിരുന്നു. കാരണം ഒരു ഭരതേട്ടൻ പറയുമ്പോഴേ നമ്മൾ എത്രമാത്രം ഭരതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇതൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ട്. സിദ്ധാർത്ഥൻ സംവിധാനം ചെയ്ത് സിദ്ധാർത്ഥൻ അഭിനയിക്കുന്ന ഒരു സിനിമ പ്രതീക്ഷിക്കുകയാണോ? ഞാൻ ചെയ്തല്ലോ, നിദ്ര ചെയ്തല്ലോ ഓൾറെഡി. പക്ഷെ അത് തന്നെ ഞാൻ മൂക്കൊണ്ട് ഇക്ഷ വരെ ചെയ്തു. അത് ചെയ്യുമ്പോൾ ബിക്കോസ് ഇത് ജഡ്ജ് ചെയ്യാനൊരു, പിന്നെ സമീർ തായറിനുള്ളതുകൊണ്ടുള്ള ഒരു ധൈര്യമായിരുന്നു. നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ള എൻ്റെ ഒരു സാധനം. ഇനി ഏതെങ്കിലും ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ടോ? ഇപ്പം സംവിധാനം ചെയ്ത് ഭരതേട്ടൻ എപ്പോഴും ഡ്രീം സെറ്റ് ചെയ്യായിരുന്നു. ഒരുപാട് പ്രോജക്ട്സ് കഥകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? 2-3 ഉണ്ടല്ലേ, പറയുന്നില്ലത് ലീക്കായാലേ എന്തായിരുന്നു. അത് വലിയ ക്യാൻവാസ് ആണോ? അത് വലിയ ക്യാൻവാസ്, വലിയ ഫിലിം. പക്ഷെ നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ചില ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യുന്നൊരു ബിഗ് ഫിലിം ആയിരിക്കും. ഭരതേട്ടൻ്റെ ആഗ്രഹം പോലെ ഡിഫറെന്റ് അല്ലേ? പുതുമുഖങ്ങളായിരിക്കും അതോ എക്സിസ്റ്റിംഗ് ആക്ടർ? അല്ല, എക്സിസ്റ്റ് ബിഗ് ഫിലിം. ഭരതേട്ടൻ പുതുമുഖങ്ങളെ വെച്ചാൽ ബിഗ് ഫിലിം ചെയ്തിട്ടുള്ളത്. അതെ, അത് ഭരതൻ, ഇത് സിദ്ധാർത്ഥ ഭരതൻ. അത് ബ്രേക്ക് ചെയ്യണ്ട നമുക്ക്. ബ്രേക്ക് ചെയ്യണം. അപ്പം അതിന് മുന്നേ നമ്മുടെ ചിലത് ബ്രേക്ക് ആവുകയാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് നമുക്കതൊരു. ഒരു ആക്ടിങ്ങിൽ ഇപ്പോൾ ഭയങ്കര ബിസി ആയി അല്ലേ? ഒരുപാട് തിരക്കുണ്ട് അല്ലേ? അതിൽ ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ അതോ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ടോ, എല്ലാം കമ്മിറ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ചലഞ്ചിങ് ആണ് നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടം. തന്നെ വലിഞ്ഞു. ഇപ്പോൾ ഞാൻ പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാരെന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്യുന്നുണ്ട്. ഷഹദ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഡയറക്റ്റ് ചെയ്തത്. പ്രകാശം പരക്കട്ടായിരുന്നു അവന് മുമ്പ് ചെയ്ത പടം. അപ്പോൾ ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർവതി, ഉണ്ണിമായ, മാത്യു തോമസ്, വിജയരാഘവൻ ഇവരൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ റോളാണ്. അപ്പം 4-5 പേരുണ്ട്. സോ ബട്ട് എന്നാലും ദർ ഇസ് എ ലോട്ട് ഓഫ് ഡെപ്ത് റിട്ടേൺ ഇൻ ടു ദ ക്യാരക്ടർ. ആ എഴുത്തിൽ തന്നെ ഉണ്ടാവും ആ ക്യാരക്ടറിൻ്റെ. ഇപ്പോൾ ബ്രഹ്മയുഗം അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ആ കഥയിലെ പല ടേണിങ് പോയിന്റ്സിലും പല ഇമ്പോർട്ടൻ്റ് ഏരിയയിലും ഈ കുക്ക് ഒരു മേജർ കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വാസ് ലക്കി ഇനഫ് ടു പോർട്രേ ദാറ്റ്. സോ നമ്മുടെ ഇത് മനസ്സിലുണ്ട്. അപ്പം സമീർ ഇൻ സ്പിരിറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ഇയാളുടെ ഡെത്താണ് മറ്റേ ആളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ട് പുള്ളി ആൽക്കഹോളിസം തന്നെ വിടാനായിട്ടുള്ളൊരു വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ചെറിയ 10 മിനിറ്റ് ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ഓർമ്മയിലുണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. സോ ഒരു അൾട്ടിമേറ്റ് ഡ്രീം അല്ലെ ഡ്രീം ക്യാരക്ടർ അങ്ങനെയല്ല ഉണ്ടോ? ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു? ഇല്ല, അങ്ങനെ എല്ലാ ക്യാരക്ടറും നന്നായി ചെയ്യണം എന്നുള്ളൊരു നമ്മുടെ ഒരു സ്റ്റാമ്പ് വരണം എന്നുള്ളതിൻ്റെ ഒരു സാധനത്തിലേക്ക്. സിനിമയുണ്ടോ അൾട്ടിമേറ്റ് ആയിട്ടൊരു അൾട്ടിമേറ്റ് ഡ്രീം ഉണ്ടല്ലോ? വലിയ ക്യാൻവാസ് ഒക്കെയാണ്, ബട്ട് ഒരു ഡ്രീം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ലോ? ഒരുപാട് ഡ്രീംസ് ഉണ്ട് ജയരേട്ടൻ. അത് ജയരേട്ടൻ തന്നെ അറിയാമല്ലോ. ഒരുപാടുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമല്ലോ. ഉത്രാളിക്കാവ് ഒരു ഇപ്പോൾ ഉത്സവം വരാൻ പോവാണ്. അപ്പം എപ്പോഴും ഭരതേട്ടൻ്റെ അടുത്താണ് അവർ ആദ്യം എത്തുന്നത്. എങ്കക്കാട് ആ ഒരു ഗ്രൂപ്പ് മുഴുവൻ മദ്രാസിൽ വന്ന് അവിടെ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ഭരതേട്ടനും ഒരു ആവേശമായിരുന്നു അച്ഛന് ശേഷം. പിന്നെ അത് അമ്മയായിരുന്നു. അതേ ആവേശം ഏറ്റെടുത്തിട്ടുണ്ടോ?
ആവേശം ഉണ്ട്. ഇപ്പൊ നമ്മളത് ഏറ്റെടുത്തേ പറ്റൂ. മറ്റേത് ഞാൻ അമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവായി നടക്കുമായിരുന്നു. അത് അങ്ങനെ ഒരു ഏറ്റെടുക്കലല്ലാതെ സ്വയം നമുക്ക് ഭരതേട്ടനെ പോലെ തലയും അരയും തലയും മുറുക്കി ആ ക്രൗഡിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു ക്രൗഡിലേക്ക് ഇറങ്ങലൊക്കെ ഉണ്ട്, പക്ഷെ ആരും അറിയുന്നില്ലതേ ഉള്ളൂ. ഐ എം അറൗണ്ട് ദർ. ഒബ്വിയസ്ലി അത് ക്രിയേറ്റ് ചെയ്ത ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് നമ്മുടെ ഉള്ളിലുണ്ട്. അതായത് ഉത്രാളിക്കാവ് പൂരവും ക്രിയേറ്റ് ചെയ്തൊരു ഭരതേട്ടൻ പറയുന്ന ഒരു മച്ചാട് വേല ഉണ്ടായിരുന്നു. ഈ കുതിരകളെ മുകളിലേക്ക് ഇടുന്നു. ഒരു മെക്സിക്കൻ ലാൻഡ്സ്കേപ്പിനെ പറ്റി പറയാറുണ്ട്. പൊടിയൊക്കെ പരത്തി കുതിരകൾ ഓടി വരുന്നു, മുകളിലേക്ക് ഇടുന്നു, കൈകൾ ഉയർന്നു അതിനെ പിടിക്കുന്നു, പിന്നെ കൊമ്പ് വിളിച്ചുകൊണ്ട് പോകുന്നതും പിന്നെ ഏകദേശം അതിന്റെ കുറെ മെക്സിക്കൻ ലാൻഡ്സ്കേപ്പ് നമുക്ക് ഉത്രാളിക്കാവിലും കിട്ടും. ഈ ഫെബ്രുവരി ഒക്കെ ആയതുകൊണ്ട് ഫുൾ ഡ്രൈ ആയിരിക്കും. അവസാനം വെളിച്ചപ്പാട് ഓടുമ്പോഴൊക്കെ കൂടെ ഓടുന്നതിലൊക്കെ നമുക്ക് പൊടി കാണാം. ഒബ്വിയസ്ലി വെടിക്കെട്ടിൻ്റെ ഇതിന് ഭയങ്കര തിക്കും തിരക്കും വേർപ്പും ചൂടും ഇതൊക്കെ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഭരതേട്ടൻ വടക്കാഞ്ചേരി മദ്രാസിലേക്ക് പോകുമ്പോഴും മദ്രാസിലെ സിറ്റിയിലിരിക്കുമ്പോഴും ഭരതേട്ടൻ്റെ മനസ്സ് മുഴുവൻ വടക്കാഞ്ചേരിയാണ്. സിദ്ധാർത്ഥൻ ഇപ്പം അതുപോലെ തന്നെയാണോ? ഏകദേശം അതുപോലെ തന്നെയാണ്. എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് വീട്. അപ്പോൾ എപ്പോഴും മനസ്സ് അങ്ങോട്ടേക്ക് തന്നെ ഒരു ചാർജിങ് അങ്ങോട്ട് പോവാണ്. ചാർജിങ് ഐ സ്പെൻഡ് മൈ ഓൾ ഫ്രീ ടൈം ദെയർ മോസ്റ്റ്ലി. അവിടെ ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും ചേർന്ന ഒരു കംഫർട്ട് സോൺ അവിടെ ഉണ്ട്. ഭയങ്കര ഒരു കംഫർട്ടിങ് ലാപ്പിലേക്കാണ്. അതിന് ചുറ്റും എങ്കക്കാടും അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരും ചിറ്റപ്പനും അപ്പച്ചിയും ഒക്കെ ആയിട്ട് മുത്തുചേച്ചിയൊക്കെ ആയിട്ട് അത് അവിടേക്ക് എത്തിയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭരതേട്ടന് ഇടയ്ക്കൊന്ന് പോയിട്ട് തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹവും അങ്ങനെ തിരിച്ചു വന്നപ്പോഴേക്കും കുറച്ച് വൈകി പോവുകയും ചെയ്തിരുന്നു അല്ലേ? ഒരു എന്നാലും ഭരതേട്ടൻ്റെ മനസ്സിൽ പോരും തന്നെയാണ്. അത് അവരുടെ ഒരു സംഭവമാണ്, അവർ ഐഡന്റിഫൈ ചെയ്യുന്നൊരു സംഭവമാണ്. ഞാനും അതിൻ്റെ ഒരു ഭാഗമാവും. സ്ലോലി ഐ വിൽ ഗെറ്റ് ദെയർ ഇവൻച്വലി. പുതിയ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ആൽഫ ബീറ്റ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ അവരോട് സിദ്ധാർത്ഥൻ്റെ അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത് ഒരു വാക്ക്? ഇല്ല, അവർ വളരുന്നല്ലേ ഉള്ളൂ ചേരേട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്നേഹം ഇപ്പം ചേരേട്ടൻ്റെ അടുത്ത് ലവ് നേച്ചർ നമ്മൾ മറ്റേ ഇവർ പറഞ്ഞ പോലെ മനസ്സൊന്നും ഉണ്ടാവും അപ്പം തന്നെ. പിന്നെ എന്തെങ്കിലും ക്രിയേറ്റീവ് സൈഡിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച് ഒരു ആസ് എ ഡയറക്ടർ ക്രിയേറ്റീവ് നമ്മൾ നമ്മുടെ ഹിസ്റ്ററിനെ കുറിച്ചും നമ്മുടെ ഒരു നാടിൻ്റെ ജോഗ്രഫീനെ കുറിച്ചും ലൈക്ക് അവെയറായിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ തന്നെ കുറേ കഥകളും സാധനങ്ങളും നമുക്ക് കിട്ടും. മനുഷ്യനെ എങ്ങനെ എവോൾവ് ചെയ്ത് ഇവിടെ എത്തി എന്നുള്ളതാണ്. പിന്നെ ഒബ്വിയസ്ലി ന്യൂസ് പേപ്പർ അത് ഇതൊക്കെ. ആസ് ആൻ ആക്ടർ ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റിനോട് അല്ലെങ്കിൽ ഒബ്സർവേഷൻ, ക്യാരക്ടേഴ്സിൻ്റെ ഒബ്സർവേഷൻ, വീട്ടിലെ ആൾക്കാരുടെ ഒബ്സർവേഷൻ, പെരുമാറുന്ന രീതികൾ, വാക്കുകളുടെ ഉപയോഗം, ഭാഷാശൈലി, ഇതൊക്കെ ഒബ്സർവ് ചെയ്യുക. മിമിക്രി കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി. ബട്ട് അതൊന്ന് ഉള്ളിൽ ചില ക്യാരക്ടേഴ്സ് പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് നോർമലി ഈവൻ ഫോർ സ്ട്രേഞ്ചേഴ്സ് അവർ ഭയങ്കര ദേഷ്യത്തിലോ മറപ്പില്ല. അപ്പോൾ അത്തരം സാധനങ്ങൾ എന്തായാലും കാണുന്നതൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. എവിടെയെങ്കിലുമൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് ഒരു ഗുരുനാഥനെ ഉണ്ടായിരുന്നു ഭരതേട്ടൻ. സിദ്ധുവിൻ്റെ ഗുരുനാഥനും അച്ഛനും ഒരാളായി. അതുകൊണ്ട് കൂടുതൽ എന്താണ് കുറേ കൂടെ നമുക്കത് അനുഗ്രഹമായിട്ടാണോ ഫീൽ ചെയ്യുന്നത്, അതോ കൂടുതൽ എന്താണ്? എനിക്ക് രണ്ടുമുണ്ട്. ഇപ്പോൾ പ്രിൻസിപ്പളിൻ്റെ മകൻ ഭയങ്കര നോട്ടഡ് ആയിരിക്കുമല്ലോ സ്കൂളിൽ. അവന് മാത്രം വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട്. എന്നാ പറയുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ പ്രിൻസിപ്പളിൻ്റെ മകനാണ്, പാസ് ചെയ്യാൻ പറഞ്ഞാൽ പാസ്സാക്കി തരും. ഭരതേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ബ്രേക്ക് ചെയ്യാം അല്ലേ? Let's create new. Thank you, sir. Thank you.